കണ്ണടഞ്ഞിടുമ്പോൾ നിൻ ക്രൂശിലെ കാണിക്കമേ ലോകമഹിമയും ഭൂവിദ്യാനീഴൽ ഗമിക്കും നീരാ ഭാഗ്യോദയമായി കൂടെ കണ്ണടഞ്ഞിടുമ്പോൾ നിൻ ക്രൂശിനെ കാണിക്കമേ ലോകമഹിമയും ഭൂവിദ്യാനീഴൽ ഗമിക്കും നീരാ ഭാഗ്യോദയമായി കൂടെ കൂടെ പാർക്ക നേരം വൈകുന്നീരാ കൂരിരുളേറുന്നു പാർക്ക ദേവാ ആശ്രയം വീറില്ല നേരം തന്നിൽ ആശ്രിത വത്സല കൂടെ റോമർക്കെഴുതിയ ലേഖനം 14-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം. ക്രിസ്തുവിനെ സേവിക്കുന്നവൻ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവനും മനുഷ്യർക്ക് കൊള്ളാകുന്നവനും തന്നെ. ജീവവചന ധ്യാന ചിന്തയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ആർക്ക് കൊള്ളാകുന്നവർ എന്നൊരു വിഷയമാണ് നാം ഇന്ന് പ്രഭാതത്തിൽ ചിന്തിക്കാൻ താല്പര്യപ്പെടുന്നത്. കുടുംബപ്രഭുക്കളെ, ഒരു വിശ്വാസിയെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ഒരു വിഷയമാണ് അവൻ ദൈവത്തിനും മനുഷ്യനും കൊള്ളാകുന്നവനായി ജീവിക്കണം എന്നുള്ളത്. പലതരത്തിലുള്ള മനുഷ്യരുണ്ട് ഈ ലോകത്തിൽ, പലതരത്തിലുള്ള മനുഷ്യരുണ്ട്. ഒരു കൂട്ടർ ദൈവത്തിന് കൊള്ളാകുന്നു, മറ്റൊരു കൂട്ടർ മനുഷ്യർക്ക് കൊള്ളാകുന്നു, വേറൊരു കൂട്ടർ ആർക്കും കൊള്ളാത്തവർ. എന്നാൽ ഒരു യഥാർത്ഥ ക്രിസ്ത്യാനി ദൈവത്തിനും മനുഷ്യനും കൊള്ളാകുന്നവൻ ആയിരിക്കണം. ആർക്കാണ് അപ്രകാരമായിരിക്കുവാൻ കഴിയുന്നത് എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നു. ക്രിസ്തുവിനെ സേവിക്കുന്നവന് മാത്രമേ അപ്രകാരമായിരിക്കുവാൻ കഴിയുകയുള്ളൂ. ക്രിസ്തുവിനെ സേവിക്കുന്നവൻ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവനും മനുഷ്യർക്ക് കൊള്ളാകുന്നവനും തന്നെ. മനുഷ്യർക്ക് കൊള്ളാകുന്നവരായിരിക്കുവാനാണ് പലർക്കും താല്പര്യം. എന്നാൽ മനുഷ്യർക്ക് മാത്രം കൊള്ളാകുന്നവരായിരിക്കുന്നവന് ദൈവത്തിന് കൊള്ളാകുന്നവനായിരിക്കുവാൻ കഴിയണമെന്നില്ല. മനുഷ്യർക്ക് കൊള്ളാകുന്നവരായി പ്രവർത്തിക്കുകയും ക്രിസ്തുവിനെ ആത്മാർത്ഥമായി സേവിക്കുകയും ചെയ്താൽ അവൻ ദൈവത്തിനും കൊള്ളാകുന്നവനാണ് എന്ന് തെളിയുവാനിടയാണ്. ദൈവത്തിന് കൊള്ളാകുന്നവനായിരിക്കുവാൻ ഒരുവൻ ചെയ്യേണ്ടത് എന്തെന്ന് പൗലോസ് അപ്പോസ്തലൻ ഈ ലേഖനത്തിൽ കൂടി മുന്നറിയിപ്പ് നൽകുകയാണ്. സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാകുന്നവനായി നിൽപ്പാൻ ശ്രമിക്കുക എന്ന് തിമോത്തിയോസിന്റെ ലേഖനത്തിലും പൗലോസ് അപ്പോസ്തലൻ ഓർമ്മിപ്പിക്കുന്നു. മനുഷ്യർക്ക് വേണ്ടി മാത്രം പ്രവർത്തിച്ചും മനുഷ്യരെ മാത്രം പ്രസാദിപ്പിച്ചും മനുഷ്യരെ മാത്രം സേവിച്ചും കൊണ്ട് ഒരു വിശ്വാസി നിന്നാൽ അവൻ്റെ വിളിയുടെ പുറകിലുള്ള ദൈവിക പദ്ധതി പൂർത്തീകരിക്കപ്പെടുകയില്ല. പല വിശ്വാസികളും മനുഷ്യരുടെ മാത്രം പ്രീതി ആഗ്രഹിച്ച് പ്രവർത്തിക്കുകയാണ്. എന്നാൽ ഒരു വിശ്വാസിക്ക് മനുഷ്യന്റെ കൃപയും ദൈവത്തിൻ്റെ കൃപയും തൻ്റെ ജീവിത വിജയത്തിന് ആവശ്യമായ ഘടകങ്ങൾ എന്ന് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വളർച്ചയുടെ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ വായിക്കുന്ന യേശുവോ ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും കൃപയിലും മുതിർന്നു വന്നു. ദൈവത്തിനും മനുഷ്യനും കൊള്ളാകുന്നവനായിരിക്കുവാൻ ദൈവത്തിൻ്റെ കൃപയും മനുഷ്യന്റെ കൃപയും നേടേണ്ടത് ആവശ്യമാണ്. കൊള്ളാകുന്നവനായി ജീവിക്കുന്നവൻ
അവിശ്വാസികളായ മനുഷ്യരുടെ വിമർശനം വിളിച്ചു വരുത്താതെ അവരുടെ പ്രശംസയ്ക്ക് യോഗ്യമായി വേണം ജീവിക്കുക. കൊള്ളാകുന്നവനിൽ കാണേണ്ടുന്ന ഒരു പ്രത്യേകത അവൻ സൂക്ഷ്മതയോടെ പ്രവർത്തിക്കുന്നവനായിരിക്കണമെന്നുള്ളതാണ്. അവൻ ഒന്നിലും പ്രശംസിക്കാത്തവനായിരിക്കണം. അവന്റെ ലക്ഷ്യം കർത്താവിൽ എനിക്ക് പ്രശംസിക്കണം എന്നുള്ളതാകണം. പ്രശംസിക്കുന്നവൻ കർത്താവിൽ പ്രശംസിക്കട്ടെ. തന്നെത്താൻ പുകഴ്ത്തുന്നവനല്ല, കർത്താവ് പുകഴ്ത്തുന്നവൻ അത്രേ കൊള്ളാകുന്നവൻ. കർത്താവിനെ സേവിക്കുന്നവൻ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം കർത്താവിനെ പ്രസാദിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണെങ്കിലും ആ പ്രവൃത്തികൾക്കെല്ലാം താൻ കർത്താവിൻ്റെ കരങ്ങളിലെ ഉപകരണമാണെങ്കിലും അതെല്ലാം കർത്താവിൻ്റെ പ്രവൃത്തികളാണ്. അതുകൊണ്ട് ഞാൻ സ്വയം പ്രശംസിക്കുകയല്ല, കർത്താവ് എന്നെ പുകഴ്ത്തുന്നവനാകുമ്പോഴാണ് ഞാൻ കൊള്ളാകുന്നവൻ എന്ന് തെളിയിക്കപ്പെടുന്നത്. കൊള്ളാകുന്നവന് ലഭിക്കുന്ന ഒരു പുകഴ്ചയുണ്ട്. നന്ന് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്ന് കർത്താവിൻ്റെ നാളിൽ ഒരു പുകഴ്ച നമുക്ക് ലഭിക്കുകയാണ് ഏറെ പ്രധാനം. അപ്രകാരം കർത്താവ് പുകഴ്ത്തുന്നവനാണ് സ്വീകാര്യൻ. ഭൂമിയിലെ പുകഴ്ച ആഗ്രഹിക്കാതെ സ്വർഗീയമായ പുകഴ്ച ലഭിക്കുന്ന നാളിനായി ഒരു വിശ്വാസി പ്രവർത്തിക്കുകയും കാത്തിരിക്കുകയും ഒരുങ്ങുകയും ചെയ്യണം. നമ്മളിൽ കൊള്ളാകുന്നവൻ വെളിവായി വരേണം. നാം ആരെന്ന് വെളിപ്പെടുത്തണം. അതിന് നമ്മുടെ ജീവിതത്തിൽ കർത്തൃസേവയുടെ കാലഘട്ടത്തിൽ പലവിധ സാഹചര്യങ്ങളിൽ കൂടി നാം കടന്നു പോകേണ്ടി വരും. അപ്പോഴൊക്കെ നാം ഏറെ സൂക്ഷിക്കേണ്ടതായ കാര്യങ്ങളുണ്ട്. ഭിന്നതകളുടെയും കഷ്ടതകളുടെയും പരിഹാസങ്ങളുടെയും ഞെരുക്കങ്ങളുടെയും ഒക്കെ അവസ്ഥകൾ നമുക്ക് അനുവദിക്കപ്പെടുമ്പോൾ നാം തിരിച്ചറിയേണ്ട കാര്യം, നാം ദൈവത്തിനും മനുഷ്യനും കൊള്ളാകുന്നവരായി കാണപ്പെടേണ്ടതാകിയാൽ ജഡപ്രകാരം നാം പ്രതികരിക്കാതെ ആത്മാവിനാൽ നടത്തപ്പെടേണ്ടതിന് ഏൽപ്പിച്ചു കൊടുക്കുകയും ആത്മാവിൽ പ്രതികരിക്കുകയും ചെയ്യണമെന്നുള്ളതാണ്. കൊരിന്ത്യർ ലേഖനത്തിൽ പൗലോസ് ഓർപ്പിക്കുന്നു, നിങ്ങളിൽ കൊള്ളാകുന്നവൻ വെളിവാകേണ്ടതിന് നിങ്ങളുടെ ഇടയിൽ ഭിന്നപക്ഷങ്ങളും ഉണ്ടാകേണ്ടത് എന്ന് നമുക്കവിടെ കാണാൻ കഴിയുന്നു. കൂടപ്പുറപ്പുകളെ, നാം ദൈവത്തിനും മനുഷ്യനും കൊള്ളാകുന്നവരായി വെളിപ്പെടണം. കൊള്ളാകുന്നവന് സകല യോഗ്യതകളും ലക്ഷണങ്ങളും നാം കൈവരിക്കണം. കൊള്ളാകുന്നവരായി കർത്താവിനെ സേവിക്കുകയും പ്രസാദിപ്പിക്കുകയും ചെയ്യുന്നവരായാൽ നമുക്കുള്ള വാഗ്ദത്തങ്ങൾ നമുക്ക് നേടുവാനാകും. ആകയാൽ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട് നാം നന്ദിയുള്ളവരായി ദൈവത്തിന് പ്രസാദം വരുമാറ് ഭക്തിയോടും ഭയത്തോടും കൂടെ സേവ ചെയ്യുക എന്ന എബ്രായ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും എന്ന് യാക്കോബിന്റെ ലേഖനത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. നമ്മുടെ ലക്ഷ്യം ഈ വിധ നിത്യവാഗ്ദത്തങ്ങളും കർത്താവിൽ നിന്ന് ലഭ്യമാകുന്ന പുകഴ്ചയുമായിരിക്കട്ടെ. അത് ആഗ്രഹിച്ചുകൊണ്ടുള്ള, അതിനുവേണ്ടി താല്പര്യത്തോടെയുള്ളൊരു ജീവിതം നയിക്കുവാൻ ഇന്ന് പകലിലും സർവശക്തനായ ദൈവം എല്ലാ പ്രിയപ്പെട്ടവരെ സഹായിക്കട്ടെ. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ കണ്ണുകളെ അടയ്ക്കും. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ നല്ല ദിവസം ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനം ശ്രദ്ധയോടെ കേട്ട് ധ്യാനിച്ച് ബലപ്പെടുവാൻ ഞങ്ങൾക്ക് നൽകി തന്ന നല്ല അവസരത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവ്, ഈ ജനം അനുഗ്രഹിക്കപ്പെടാൻ, ഈ ജനം വിടുവിക്കപ്പെടാൻ ഇടയായി തീരണമേ. സ്വർഗം വലിയവ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൊള്ളാകുന്നവരായി വെളിവാകേണ്ടതിന് അനുഗ്രഹിക്കപ്പെട്ട ഒരു ആത്മീയ ജീവിത നിലവാരം കൈവരിക്കുവാൻ എല്ലാ പ്രിയപ്പെട്ടവരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിനെ സേവിച്ച്, കർത്താവിനെ പ്രസാദിപ്പിച്ച്, കർത്താവിനും മനുഷ്യർക്കും കൊള്ളാകുന്നവരെ ജീവിപ്പാൻ എല്ലാവർക്കും ഇടയാക്കണം. മഹത്വം അങ്ങയ്ക്ക്. സകലത് ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശു ക്രിസ്തുവിന്റെ ധന്യമായ നാമത്തിൽ താഴ്മയോട് അപേക്ഷിക്കുന്നു. ദയ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയ വചനങ്ങളാൽ പരിശുദ്ധനായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മൾ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്നതിനാൽ അവൻ്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങി കാത്തിരിക്കാം. മാറാനാഥ. കൂടെ പാർക്കാം.
കൂടെ പാർക്കാം